ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 3 ഗുഡ് വിൽ കാൽക്കുലേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് അതിൽ തന്നെ പർച്ചേസ് കൺസിഡറേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് രണ്ട് കാര്യങ്ങളായിരുന്നു, ക്യാഷ് കൺസിഡറേഷനും ഷെയർ കൺസിഡറേഷനും. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യനും ചെയ്തു. ഇനി അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ക്യാഷ് കൺസിഡറേഷനും ഉണ്ട്, അതുപോലെ ഷെയർ കൺസിഡറേഷനും ഉണ്ട്. ഇത് നമ്മൾ ജേർണൽ എൻട്രി ആസ്പെക്റ്റിൽ ഒരു ക്യാഷ് കൺസിഡറേഷൻ നമ്മൾ പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രിയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക, അതേപോലെ ഷെയർ ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ജേർണൽ എൻട്രിയിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ പിക്ചർ കിട്ടും. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. സോ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റിക്വയർമെൻറ്റ് വായിച്ചിട്ട്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഫെയർ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ പെയ്ഡ്. ഫെയർ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ പെയ്ഡ് എന്ന് വെച്ചാൽ പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ ആ കമ്പനീനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അക്വയർ ചെയ്യാൻ വേണ്ടി എത്രയാണ് കൊടുത്തത് അത് വേണം നമ്മളിവിടെ കണ്ടെത്താൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. അത് മൂവിങ് ഫോർവേഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പെയ്ഡ് ബൈ എച്ച് ടു അക്വയർ സ്പെയ്ഡ്. സോ എച്ചിന് എസ് എന്ന് പറയുന്ന സ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് എൻട്രീസ്. അതാണ് ഇവിടെ മെയിൻലി എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇത്രയും കാലം നമ്മൾ പഠിച്ചത് ആ ഫിഗർ കണ്ടെത്താനാണ്. ഇത് ജേർണൽ എൻട്രിയിൽ എങ്ങനെ റൈറ്റ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവാണ്. അതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ. റിക്വയർഡ് ടു അക്കൗണ്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മളിവിടെ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയത്തിലും ഇമ്പാക്റ്റ് വരും. അതെങ്ങനെ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ. സോ റിക്വയർമെൻറ്റ് മനസ്സിലായി. ഇനി നമുക്ക് സെനേറിയോ നോക്കാം. ഓക്കെ. എച്ച് അക്വയർഡ് 75% ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് സ്പെയ്ഡ്. സോ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. എച്ച് എന്ന് പറയുന്ന ഒരു പാരൻ്റ് ഉണ്ട്. അവർ എസ് എന്ന് പറയുന്ന സ്പെയ്ഡ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്തു. എത്ര പെർസെൻറ്റേജ് അക്വയർ ചെയ്തത്? 75% അക്വയർ ചെയ്തു. ഓക്കെ. ഡേറ്റ് വന്നിട്ടുണ്ട് ഓൺ 1st January 2016. ആൻഡ് ദ കൺസിഡറേഷൻ കൺസിസ്റ്റഡ് ഓഫ് എൻ ഇമ്മീഡിയറ്റ് ക്യാഷ്. കൺസിഡറേഷനായിട്ട് നമ്മൾ കൊടുത്തത് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് അത് എത്രയാണ് കൊടുത്തത്? $1.8 പെർ ഷെയർ അക്വയർഡ്. അപ്പം ഓരോ ഷെയർ നമ്മൾ അക്വയർ ചെയ്യുന്നതിനും $1.8 വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. $1.8 വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് എച്ച് അക്വയർഡ് ടു ഇഷ്യൂ 2 ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എവറി 3 അക്വയർഡ്. ഇവരെന്താ ഡീൽ എന്ന് വെച്ചാൽ ക്യാഷ് ഞാൻ തരാം. ക്യാഷ് $1.8 വെച്ചിട്ട് ഓരോ ഷെയറിനും ഞാൻ ക്യാഷ് തരാം. പ്ലസ് അതിന് പുറമെ ഞാൻ ഷെയറും തരാം. എങ്ങനെയാണ് ഷെയർ തരാം? നിങ്ങളുടെ ഓരോ 3 ഷെയറിനും ഞാൻ എൻ്റെ 2 ഷെയർസ് വെച്ച് തരാമെന്ന് എച്ച് പറഞ്ഞു. സോ ക്യാഷ് കൺസിഡറേഷനും ഉണ്ട്, ഷെയർ കൺസിഡറേഷനും ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ, നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസം സ്പെയ്ഡ് ഹാഡ് 2 മില്യൺ ഇക്വിറ്റി ഷെയർസ്. അപ്പം നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസം സ്പെയ്ഡിന് മാർക്കറ്റിൽ മൊത്തമായിട്ട് 2 മില്യൺ ഷെയർസ് ആണുള്ളത്. അതിൻ്റെ നോമിനൽ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? $1 നോമിനൽ വാല്യൂ വന്നിട്ടുണ്ട്. സോ നോമിനൽ വാല്യൂ എല്ലാവർക്കും എന്താണെന്ന് അറിയായിരിക്കും. ഈ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്നൊക്കെ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചായിരിക്കും. ബട്ട് സ്റ്റിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് നോമിനൽ വാല്യൂ, പാർ വാല്യൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെയറിന് മിനിമം വാല്യൂ ഇത്രയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അതോറിറ്റീസിന് പാസ് ചെയ്യുന്ന ഒരു ഫിഗറാണ്. അത് യൂഷ്വലി $1 അല്ലെങ്കിൽ ചില ക്വസ്റ്റനിൽ $0.5 അല്ലെങ്കിൽ 15 cents 25 cents അങ്ങനെ വരും. അതാണ് പാർ വാല്യൂ. ആ പാർ വാല്യൂവിൻ്റെ ഫിഗർ വേണം എപ്പോഴും നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് എടുക്കാൻ. എക്സ്ട്രാ വരുന്ന ഫിഗർ വേണം ഷെയർ പ്രീമിയത്തിലേക്ക് നമ്മൾ എടുക്കാൻ. ഈ ഡിഫറൻസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ദി മാർക്കറ്റ് ഓർ ഫെയർ വാല്യൂ ഓഫ് എച്ച് ഷെയർ അറ്റ് 1st January, അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ദിവസം നമ്മുടെ എച്ചിൻ്റെ പാരൻറ്റിൻ്റെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് $3 ആണ്. അതിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് $1 ആണ്. ഈ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് $1 ആണ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് $3 ആണ്. സോ ഇത്രയും ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടെത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഫിഗർ, നമ്മൾ പർച്ചേസ് കൺസിഡറേഷനായിട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ഫിഗറും കണ്ടെത്തണം. പ്ലസ് അതിനുള്ള ജേർണൽ എൻട്രീസും. ക്യാഷ് കൺസിഡറേഷനും ഉണ്ട്, ഷെയർ കൺസിഡറേഷനും ഉണ്ട്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് നമ്മളിവിടെ ഡ്രാഫ്റ്റ് ചെയ്യണം. സോ നമുക്ക് ചെയ്യാം. സോ ആദ്യം നമുക്ക് ക്യാഷ് കൺസിഡറേഷൻ നോക്കാം. ക്യാഷ് കൺസിഡറേഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം മൊത്തമായിട്ട് ഇവർക്ക് ഉള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 2 മില്യൺ ഷെയർസ് ആണ്. അതിൽ 75% ആണ് നമ്മൾ അക്വയർ ചെയ്തത്. സോ 2 മില്യൺ ഇൻറ്റു 75% എന്ന് പറയുമ്പം നമ്മൾ അക്വയർ ചെയ്തത് എത്ര? 1.5 മില്യൺ അല്ലെങ്കിൽ 15 lakhs നമ്പർ ഓഫ് ഷെയർസ് ആണ്. 15 lakhs നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അക്വയർ ചെയ്തതെന്ന് പറയുന്നത്. 15 lakhs നമ്പർ ഓഫ് ഷെയർസ്. സോ ഇനി നമുക്കറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷെയറിനും നമ്മൾ എത്ര കൊടുക്കാമെന്നാണ് പറഞ്ഞത്? ഓരോ ഷെയറിനും $1.8 വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സോ 1.8 ഇൻറ്റു 15 lakhs വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ഫിഗർ കിട്ടും. എത്രയാ?
ഇൻറ്റു 1.8 വെച്ച് ചെയ്യുമ്പോൾ കിട്ടിയത് 27 ലാക്കാണ് നമുക്ക് കിട്ടിയ ആൻസർ. 27 ലാക്ക്. സോ 27 ലാക്ക് അല്ലെങ്കിൽ 2.7 മില്യൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം ഇതിൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും എന്നുള്ളത്. സോ നമുക്കറിയാം ഇവിടെ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു അസറ്റ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഡെബിറ്റ് നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്പെയ്ഡ് എന്ന് വേണേൽ കൊടുക്കാം. സ്പെയ്ഡ് ഫിഗർ എത്രയാണ്, 2,17,000 അല്ല 27 ലാക്ക്. ഇത് എഴുതി വെക്കാം. ഇതാണ് ഡെബിറ്റിൽ വരുന്നത്. ഇതാണ് ഡെബിറ്റിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അത് ഡെബിറ്റിൽ വന്നത്? അതൊരു അസറ്റ് ആണ്. നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു അസറ്റ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഇത് അസറ്റായി മാറിയത്? നമ്മൾ 27 ലക്ഷം അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മളതിന് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യും. സോ ക്രെഡിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 27 ലാക്ക് നമ്മൾ ഇവിടെയും എഴുതും. സോ ക്രെഡിറ്റ് ക്യാഷ്. അപ്പം ക്യാഷിൻ്റെ ജേർണൽ എൻട്രി ഭയങ്കര എളുപ്പമാണ്. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, നമുക്കൊരു അസറ്റ് വന്നു. സോ ആ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് എന്ത് ചെയ്തു, ക്യാഷ് കയ്യിൽ നിന്ന് പോയി. ഇത്രേ ക്യാഷിൻ്റെ സൈഡിൽ പറയാനുള്ളൂ. ഇനി കോംപ്ലിസിറ്റി വരുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഡൗട്ട് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഷെയർ ട്രാൻസ്ഫർ എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ക്യാഷ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ആണ്. ഓക്കെ, സോ ഷെയറിൻ്റെ ഏരിയ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാഷിന് പുറമെ നമ്മൾ ഷെയർ കൊടുത്തത് എങ്ങനെയാണ്, 2 ഷെയർസ്. ഇവിടെ വേറെ കളർ എടുക്കാം. ഓക്കെ, സോ 2 ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എവറി 3 അക്വയർഡ്. അവരുടെ ഓരോ 3 ഷെയറിനും നമ്മൾ നമ്മളെ 2 ഷെയർസ് വെച്ച് അങ്ങോട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തമായിട്ട് നമ്മൾ അക്വയർ ചെയ്ത നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, 2 മില്യൺ ഷെയർസ് ഉള്ളതിൽ 75% ഞാൻ അക്വയർ ചെയ്തു. സോ വിച്ച് മീൻസ് 15 ലാക്സ്, 15 ലക്ഷം ഷെയർസ് ഞാൻ അക്വയർ ചെയ്തിട്ടുണ്ട്. സോ 15 ലക്ഷം ഷെയർസ് ഞാൻ മൊത്തമായിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാണ്, നിങ്ങളുടെ ഓരോ 3 ഷെയറിനും ഞാൻ എൻ്റെ 2 ഷെയർസ് വെച്ച് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 15 ലാക്ക് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 10 ലാക്സ് ആണ്. നമുക്ക് കിട്ടുക 10 ലാക്ക് ആണ്, അല്ലെങ്കിൽ 1 മില്യൺ ആണ്. ഓക്കെ, സോ 1 മില്യൺ നമ്പർ ഓഫ് ഷെയർസ്, 1 മില്യൺ നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അല്ലാതെ അതിൻ്റെ വാല്യൂ അല്ല, നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. ആൻഡ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഓരോ ഷെയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ ഇഷ്യൂ ചെയ്ത ഓരോ ഷെയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് $3 ആണ്. സോ ഇൻറ്റു 3, 1 മില്യൺ ഇൻറ്റു 3 അല്ലെങ്കിൽ 10 ലക്ഷം ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഷെയറിൻ്റെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് 13 ലാക്സ്. സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 13 ലാക്സും. അതേപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ക്യാഷിൻ്റെ വാല്യൂ എത്രയാണ്, 27 ലാക്സും. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് 13 ലാക്സ് പ്ലസ് 27 ലാക്സ് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് നമ്മൾക്ക് ഫെയർ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് ഇവിടെ ചോദിച്ച ഫെയർ വാല്യൂ കൺസിഡറേഷൻ പെയ്ഡ് ബൈ എച്ച് ടു അക്വയർ എസ്. എസിന് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് കൊടുത്ത ഫെയർ വാല്യൂ കൺസിഡറേഷൻ്റെ ഫിഗർ എത്രയാണ് വരേണ്ടത്, 57 ലാക്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷേ ഇതിന് പുറമെ ഇവരെന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടിങ് എൻട്രീസ്, ജേർണൽ എൻട്രീസും കൂടി ഡ്രാഫ്റ്റ് ചെയ്യണം. ക്യാഷിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ നോക്കാനുള്ളത്, ഷെയറിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ഷെയറിൻ്റെ നമുക്കിവിടെ എഴുതാം. ഓക്കെ, ഷെയറിൻ്റെ നമുക്കിവിടെ എഴുതാം. സോ ഇതും സെയിം പോലെ തന്നെയാണ്, വേറെ എക്സ്ട്രാ ഡിഫറൻസ് ഒന്നും പറയാനില്ല. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഒരു അസറ്റ് ആയതുകൊണ്ട് അസറ്റ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ ഡെബിറ്റിൽ സെയിം അതേപോലെ തന്നെയാണ്, ഡെബിറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതും. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ്. ഫിഗർ എത്ര വരുന്നത്, 13 ലാക്സ്. ഇനി ക്രെഡിറ്റിൽ എന്ത് വരുന്നതാണ് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ്. ക്രെഡിറ്റിൽ വരാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ക്രെഡിറ്റിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ക്യാഷ് കൊടുത്തപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരാൻ ചാൻസ്, ഷെയർ ക്യാപിറ്റൽ എന്തായാലും വരും. ഇനി നമ്മൾ നമ്മുടെ പാർ വാല്യൂവിനെക്കാളും കൂടുതൽ വാല്യൂവിനാണ് സെല് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ അവിടെ ഷെയർ പ്രീമിയം കയറി വരും. പാർ വാല്യൂവിനെക്കാളും കൂടുതൽ വരുന്നത് എന്താ, ഷെയർ പ്രീമിയം ആണ്. സോ ഈ കേസിൽ നമ്മുടെ പാർ വാല്യൂ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ $1 എന്തിനാണ് ഇവിടെ തന്നത്, ഈ $1 ഇവിടെ പ്രസക്തി ഉണ്ട്, അതുകൊണ്ടാണ് ഇവർ തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം എൻ്റെ പാർ വാല്യൂ, എൻ്റെ എച്ച് കമ്പനീൻ്റെ ഷെയറിൻ്റെ പാർ വാല്യൂ എന്ന് പറയുന്നത് $1 ആണ്. സോ $1 ആണ് പാർ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വിറ്റിരിക്കുന്ന എത്രയിനാണ്,
$3 വിറ്റിരിക്കുന്നതല്ല, നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് $3 സോ പാർ വാല്യൂ $1. അതേപോലെ സെല് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന $3 ആണെങ്കിൽ അവിടെ ഷെയർ പ്രീമിയം എക്സ്ട്രാ വന്നിരിക്കുന്ന ഓരോ ഷെയറിനും $2 പ്രീമിയം ആണ് വന്നിരിക്കുന്നത്. സോ അത് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ ജേണൽ എൻട്രീസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ. സോ ക്രെഡിറ്റിൽ ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ ഷെയർ പ്രീമിയം ഉണ്ട്. ഷെയർ പ്രീമിയം എങ്ങനെയാണ് വന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പാർ വാല്യൂവിനെക്കാട്ടും കൂടുതൽ ഫിഗറിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ എത്രയാണ്, പാർ വാല്യൂവിനെക്കാട്ടും കൂടുതലാണ്. സോ ഷെയർ പ്രീമിയം ഇവിടെ വരും. ഇനി ഫിഗേഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിവിടെ ബ്രാക്കറ്റിലിട്ട് എഴുതാം. ഷെയർ ക്യാപിറ്റലിൻ്റെ ഫിഗർ വരുന്നത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്, 10 lakhs ആണ്, അല്ലെങ്കിൽ 1 million ആണ്. 10 lakh ഇൻറ്റു 1. ഈ 1 എവിടെ നിന്ന് കിട്ടിയത്, അതാണ് എൻ്റെ പാർ വാല്യൂ. ഇൻറ്റു 1 ചെയ്താൽ കിട്ടുന്ന ഫിഗർ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം, വിച്ച് ഈസ് 10 lakh. അതേപോലെ ഷെയർ പ്രീമിയത്തിലേക്ക് പോകേണ്ടത് എൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂവിനെക്കാട്ടും കൂടുതൽ എന്താണോ ഉള്ളത് മാർക്കറ്റ് വാല്യൂവിലേക്ക്, ആ ഫിഗർ ഷെയർ പ്രീമിയത്തിലേക്ക് പോകണം. സോ ഈ കേസിൽ ഞാൻ 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. എൻ്റെ പാർ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ എത്രയാണ്, 3 മൈനസ് 1 ചെയ്താൽ 2 ആണ് എക്സ്ട്രാ ഉള്ളത്, അതാണ് അഡീഷണൽ ഉള്ളത്, പ്രീമിയം. സോ ആ പ്രീമിയം എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 lakh. ഓക്കെ, സോ ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. ഡെബിറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അത് ഡെബിറ്റിംഗ് അസറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റിൽ എന്താ വേണ്ടത്, ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം. അതിന്റെ ഫിഗേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ എക്സ്ട്രാ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് നോർമലി കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ഇതിന്റെ ജേണൽ എൻട്രി ആസ്പെക്ട് ഇവർ ജസ്റ്റ് ഗുഡ് വിൽ കാൽക്കുലേഷൻ മാത്രം പഠിച്ചു വെക്കും. പക്ഷേ നമ്മൾ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞെന്ന് കൂട്ടിക്കോ. അതായത് ഇവർ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തു, ആ ഇഷ്യൂ ചെയ്ത ഷെയർ ഇവർ ഓൾറെഡി അവരുടെ എഫേഴ്സിൽ അഡ്ജസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പാരന്റ് കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത കേസ് ഇവിടെ തന്നെ നമുക്ക് പറയാം. അതായത് ലെറ്റ്സ് എ എച്ച് എന്ന് പറയുന്ന കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത കേസ് അവർ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഈ ജേണൽ എൻട്രി ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഷെയർ ക്യാപിറ്റൽ ഷെയർ പ്രീമിയം എന്ന് പറയുന്ന ഫിഗറിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഇവിടെ ഈ കേസ് തന്നെ എടുത്തോ, എച്ചിൻ്റെ ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ ഷെയർ പ്രീമിയം ഉണ്ട് എന്ന് എസ്യൂം ചെയ്യാം. ഓക്കെ, അവിടെ ഓൾറെഡി ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഉള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 15 lakhും അതേപോലെ ഒരു 14 lakhും ഉണ്ടായിരുന്നു എന്ന് എസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി അവർ പറഞ്ഞു ഇത് അവർ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 15 lakhിൻ്റെ കൂടെ വീണ്ടും പോയിട്ട് 10 lakhും അതേപോലെ 14 lakhിൻ്റെ കൂടെ വീണ്ടും പോയിട്ട് 20 lakh ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ള ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അവർ ഈ ഒരു ഷെയർ കൺസിഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആ ഫിഗേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ ഈ ഫിഗേഴ്സും കൂടെ നമ്മൾ കണ്ടെത്തിയ ഈ ഫിഗേഴ്സ് കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് FRൽ വരുന്ന ടൈമിലാണ് നിങ്ങൾ കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ്. ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഷെയർ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പോയിട്ട് നോക്കണം അത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണോ. അഡ്ജസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫിഗേഴ്സ് എടുത്തിട്ട് ഷെയർ ക്യാപിറ്റലിലേക്കും ഷെയർ പ്രീമിയത്തിലേക്കും ആഡ് ചെയ്തിട്ട് എഴുതണം. സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വർക്കിംഗ് നോട്ട് നമ്പർ 4 NCI കാൽക്കുലേഷൻ ആണ്. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.